നിന്റെ കേക്ക് നല്ല മണമുണ്ടല്ലോ, നീ എന്നാ തിന്നേ? അമ്മയില്ലേ ചിക്കൻ ബിരിയാണി വാങ്ങി തന്നിനി. അമ്മേ അനക്കും വേണം ചിക്കൻ ബിരിയാണി. അനക്കും പോണം ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാ? ഇപ്പൊ എവിടുന്നാ മോന് ചിക്കൻ ബിരിയാണി കിട്ടുവാ? ആഷ്മി കഴിച്ചിനല്ലോ. ആഷ്മിന്റെ അമ്മ ഓളെ റൂമിലെല്ലാം വാങ്ങിക്കൊടുക്കുമല്ലോ. അങ്ങനെ റൂമിലൊന്നും കൊണ്ടുവന്നിട്ട് തിന്നാൻ കഴിയില്ല മോനെ. മോനെ അച്ഛനും പിന്നെ കൊണ്ടുതരും കേട്ടാ. ജിഷ, നിന്റെ അലക്കാനെന്തും കൊണ്ടാ? ഞാനിത് അലക്കാൻ പോകുന്നുണ്ട്. അൻ്റെത് നിങ്ങൾ അലക്കൊന്നും വേണ്ട, ഞാൻ മെഷീനിൽ ഇട്ടോളും. അൻ്റെതെല്ലാം നല്ല വില കൂടിയ ഡ്രസ്സാണ്. ഞാൻ എല്ലാവരും അലക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ നിന്റേത് അലക്കാനുണ്ടോന്ന്. അല്ല, ഇതെന്താ പട്ടാപ്പകൽ ഇങ്ങനെ ലൈറ്റും ഫാനെല്ലാം ഇട്ടിട്ട് ഇരുന്നിനി? അല്ല, ഇമ്മാസം എത്ര കറണ്ട് ബില്ല് വന്നിനി? എല്ലാത്തിനും എൻ്റെ ഏട്ടനുണ്ടല്ലോ, മാസം മാസം അയച്ചിരുന്നോണ്ട് കുഴപ്പമില്ല. വേറെ വീട് നോക്കാനിട്ടൊന്നല്ല, ഒന്നും ശരിയാകുന്നില്ല. അമ്മേ, ഇവിടുന്ന് പോകണമെന്നൊന്നുമില്ല. പക്ഷെ ഇവളെ വർത്താനം കേട്ടിട്ട് എത്ര കാലം ഇവിടെ നിൽക്കുക? ശരിയാണ്, ഓളെ ഉരുവം തന്നെയാണ്, നമ്മളതിനെ മൂപ്പർ തന്നെയാണ് ഈ വീടിൻ്റെ കുറേ കടവും കാര്യങ്ങളും തീർത്തത്. പക്ഷെ ഈ പറയുന്നത് കേട്ടിട്ട് ഒരു സഹിക്കുന്നതിന് പരിധിയില്ലേ? ഉള്ള കാലം വരെ എൻ്റെ മക്കൾ എൻ്റെ ഒപ്പം നിൽക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. നമ്മൾ അച്ഛനും അമ്മക്കും കുറേ മക്കളുള്ളതുകൊണ്ട് നമ്മൾ കൂടപ്പറപ്പും എല്ലായിട്ട് നല്ല സ്നേഹമാണ്. ഓള് അച്ഛനും അമ്മക്കും ഒരു മോളായതുകൊണ്ടല്ലേ ഓളിങ്ങനെ. ഒക്കെ ബന്ധത്തിനൊന്നും ഒരു വിലയുമില്ല. അമ്മ രാവിലെ തന്നെ ഇന്ന് മോൻ വന്നിട്ട് കരഞ്ഞ് ആശ്വി ബിരിയാണി തന്നില്ലെന്ന് പറഞ്ഞിട്ട് ഓൾ ആശ്വിക്ക് റൂമിൽ നിന്ന് എന്തെല്ലോ വാങ്ങി കൊടുക്കുന്നുണ്ട് അമ്മേ. ഇവിടെ 2 കുട്ടികൾ വേറെ ഉള്ളത് അവൾ ഓർക്കുന്നില്ലല്ലോ. അനക്കുണ്ടാ അമ്മേ? അണ്ടതാണ് തരൂല. എന്തിനാന്ന് കരയുന്നത്? ഇതെല്ലാം എന്തിനാ നീ റൂമിന്ന് പുറത്തെടുത്തിനി? എത്ര വിലയുള്ള സാധനാന്ന്? അമ്മേ എനിക്ക് വയറ് എടുക്കുന്നു. എൻ്റെ മോളെന്തിനാണ് ഇപ്പൊ കരിയുന്നേ? വയറുവേദന എന്നാ പറയുന്നത്. ഞാൻ വണ്ടി വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല, നെറ്റിയെല്ലാം ചൂടുണ്ട്. ഞാൻ മക്കളോടൊന്ന് പറയട്ടെ. എന്നാന്ന് മോക്ക് പറ്റിയത്? എന്നാ പറ്റിയേ? എന്നാന്നറിയില്ല, കുറെ സമയമായി മോള് കരയുന്നു. ഞാൻ എപ്പോഴും വിളിക്കുന്ന ഓട്ടോ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്നാ ഇതാരെ കാത്തുനിൽക്കുന്ന കേട്ടാ? കുട്ടീനെ എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ അപ്പുറത്തെ വണ്ടി ഏർപ്പാടാക്കട്ടെ. അനുവേട്ടനെ വിളിക്കട്ടെ. ഡോക്ടറെ കാണിക്കാലോ ബാ. അല്ല, ഞാനും വരാം, പൈസ എൻ്റെ അടുക്കേ ഉള്ളത്. നീ ഇപ്പം വരണ്ട കേട്ടാ, നമ്മൾ രണ്ടാളും കൂടി പോയിട്ട് വരാം. പിന്നെ നിന്റെ പൈസ നീ ഇപ്പം അവിടെ വെക്ക്. കുട്ടീനെ കാണിക്കേണ്ട പൈസ നമ്മൾ അടുത്തുണ്ട് കേട്ടാ. പേടിക്കണ്ടപ്പാ, ഒന്നും ഉണ്ടാവില്ല. ഇത് പൈസ ഉണ്ടായിട്ട് തന്നെ വേണ്ടേ? നീ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരാവശ്യം വരുമ്പോൾ അവരെല്ലാം ഉണ്ടായിന്. രക്തബന്ധത്തിനാക്കാണെങ്കിൽ വലുത് വേറെ ഒന്നുമില്ല.